بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് താരിഖിന്റെ വിഷയത്തിൽ വാർഷിക പരീക്ഷയിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പ്രവർത്തനം ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നജാഷി, തബ്ബല്ലക്ക, അലി റളിയല്ലാഹു അൻഹുവിന്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നുൽ ഹാരിസ റളിയല്ലാഹു അൻഹു, ആമുൽ ഹുസ്ൻ. താഴെ 6 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് യോജിച്ച കാര്യങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യമൊക്കെ വായിക്കാം. 1. ഇസ്ലാമിൽ അംഗമാകുമ്പോൾ 10 വയസ്സായിരുന്നു പ്രായം. ആർക്കായിരുന്നു അങ്ങനെ? ബ്രാക്കറ്റിലുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സായിരുന്നു പ്രായം. അങ്ങനെ അത് എഴുതി കൊടുക്കുക. 2. പുരുഷന്മാരിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചത്. നമുക്കറിയാം, നമ്മുടെ പാഠഭാഗത്ത് ഉണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കുക. 3ാമത്തെ ചോദ്യം അബൂ ലഹബ് പറഞ്ഞു. അബൂ ലഹബ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? തബ്ബല്ലക് എന്നായിരുന്നു അബൂ ലഹബ് പറഞ്ഞത്. ബ്രാക്കറ്റിലുണ്ട്. 4ാമത്തേത് എത്യോപ്യൻ രാജാവ് അതാരായിരുന്നു? നജാഷി എന്ന് മുകളിലുണ്ട്. അത് എഴുതി കൊടുക്കുക. 5ാമത്തേത് ദുഃഖവർഷം. അതിനോട് യോജിച്ചത് ആമുൽ ഹുസ്ൻ. ദുഃഖവർഷത്തിന് പറയുന്ന അറബിയിൽ പറയുന്നതാണ് ആമുൽ ഹുസ്ൻ. അപ്പോൾ ആമുൽ ഹുസ്ൻ എന്ന് അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. 6ാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ ആരായിരുന്നു? സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുക. 2ാമത്തെ പ്രവർത്തനം വർഷം എഴുതാം. ഇവിടെ 4 ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. മദീനയിലെ ഖസ്റജ് ഗോത്രക്കാരായ 6 പേർ മക്കയിലെത്തിയത് നുബുവത്തിന്റെ എത്രാമത്തെ വർഷമായിരുന്നു? ഉത്തരം എഴുതേണ്ടത് നുബുവത്തിന്റെ 11ാം കൊല്ലം എന്നാണ്. 2ാമത്തേത് ഹജ്ജ് കാലത്ത് മദീനക്കാരായ 70 പേർ മക്കയിലെത്തിയത് എത്രാം വർഷമായിരുന്നു? നുബുവത്തിന്റെ 13ാം വർഷം എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 3ാമത്തെ ചോദ്യം ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത് നുബുവത്തിന്റെ എത്രാമത്തെ വർഷമായിരുന്നു? നുബുവത്തിന്റെ 11ാം കൊല്ലമായിരുന്നു ഇസ്രാഉം മിഅ്റാജും ഉണ്ടായത്. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ താമസിച്ച കാലം എത്ര വർഷമാണ് നബി മദീനയിൽ താമസിച്ചിരുന്നത്? 10 വർഷം എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 3ാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണ്. താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് ഉത്തരം എഴുതുക. 1. മദീനയുടെ പഴയ പേര് എന്താണ്?
നമ്മുടെ പാഠഭാഗത്ത് ഉണ്ട്. യസ്രിബ് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഖുബായിൽ നിന്ന് പുറപ്പെട്ട ദിവസം ഏത് ദിവസമായിരുന്നു പുറപ്പെട്ടിരുന്നത്? വെള്ളിയാഴ്ച ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഖുബായിൽ നിന്നും പുറപ്പെട്ട ദിവസം. 3-ാമത്തെ ചോദ്യം, മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ പള്ളി ഏതാണ്? ഉത്തരം മസ്ജിദുൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി, മദീനയിലുള്ള. ഉത്തരം എഴുതേണ്ടത് മസ്ജിദുൻ നബവി എന്നാണ്. 4-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നു എത്ര ദിവസം? 3 ദിവസമായിരുന്നു അവർ അങ്ങനെ ആ ഗുഹയിൽ താമസിച്ചിരുന്നത്. അപ്പം 3 ദിവസം എന്ന് എഴുതി കൊടുക്കുക. 4-ാമത്തെ പ്രവർത്തനം, ഉത്തരം എഴുതാം എന്നാണ്. അതിന് താഴെ 6 ചോദ്യങ്ങളുണ്ട്. അതിന് ശരിയായ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. 1-ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റയിൽ വഴികാട്ടി ആരായിരുന്നു? അബ്ദുല്ലാഹിബ്നു അരീഖത്ത ദുഅലി എന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഴികാട്ടിയായി ഉണ്ടായിരുന്നത്. അപ്പോൾ എഴുതേണ്ടത് അബ്ദുല്ലാഹിബ്നു അരീഖത്ത ദുഅലി എന്ന് എഴുതുക. 2-ാമത്തെ ചോദ്യം, ദാറുൻ നദുവയിൽ ചേർന്ന യോഗത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം. 3-ാമത്തെ ചോദ്യം, ഇസ്രാ എന്ന് പറയുന്നു ഏതിന്? ഇസ്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പലായനം ചെയ്തു. ഇതിന് ഇസ്രാ എന്ന് പറയുന്നു. ഇങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. 4-ാമത്തെ ചോദ്യം, 5 വഖ്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത് എന്നാണ്? നമുക്കറിയാം, മിഅ്റാജിന്റെ രാത്രിയിൽ എന്നാണ് എഴുതേണ്ടത്. 5-ാമത്തെ ചോദ്യം, മുനാജാത്ത് എന്ന് പറയുന്നത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവുമായി നടത്തിയ സംഭാഷണത്തിനാണ് മുനാജാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുക. 6-ാമത്തെ ചോദ്യം, അൻസാറുകൾ എന്ന് പറയുന്നു ആർക്ക്? മുഹാജിറുകളെ സഹായിച്ച മദീനക്കാരായ സ്വഹാബികൾക്ക് അൻസാറുകൾ എന്ന് പറയുന്നു. 5-ാമത്തെ പ്രവർത്തനം, തെറ്റ് ശരിയാക്കി എഴുതാം. ഇവിടെ 3 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് തെറ്റായാണ് കൊടുത്തിട്ടുള്ളത്. അത് ശരിയാക്കി അതിൻ്റെ താഴെ എഴുതാൻ സ്ഥലമുള്ള സ്ഥലത്ത് ശരിയാക്കി എഴുതുക. നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1-ാമത്തേത്, പ്രകാശത്തേക്കാൾ വേഗത കുറഞ്ഞ ഒരു അത്ഭുത മൃഗമാണ് ബുറാഖ്. ശരിയാക്കി എഴുതേണ്ടത് പ്രകാശത്തേക്കാൾ വേഗതയുള്ള ഒരു അത്ഭുത മൃഗമാണ് ബുറാഖ്. 2-ാമത്തേത്, നുബുവത്തിന്റെ 13-ാം കൊല്ലം ഷവ്വാൽ മാസത്തിലായിരുന്നു
സ്വഹാബാക്കളുടെ ഹിജറ തുടങ്ങിയത്. അപ്പൊ അവിടെ ശരിയാക്കി എഴുതേണ്ടത് അത് തെറ്റാണ്. ശരിയാക്കി എഴുതേണ്ടത് നുബുവത്തിന്റെ 13-ാം കൊല്ലം ദുൽഹിജ്ജ മാസത്തിലായിരുന്നു സഹാബാക്കളുടെ ഹിജ്റ തുടങ്ങിയത് എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. മൂന്നാമത്തേത്, അബൂ ത്വാലിബ് മരണപ്പെട്ടതിൻ്റെ 4-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അത് തെറ്റാണ്. എഴുതി കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്: അബൂ ത്വാലിബ് മരണപ്പെട്ടതിൻ്റെ 3-ാം ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. അവസാനത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നാണ്. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, ഔദാര്യശീലവും ഡാഷ് അൻസാറുകൾ. അതിൻ്റെ ഇടയിൽ വിട്ടുപോയത് ചേർത്ത് കൊടുക്കണം, പൂരിപ്പിച്ചു കൊടുക്കണം. ഔദാര്യശീലവും സ്നേഹ സമ്പന്നരുമായിരുന്നു അൻസാറുകൾ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. രണ്ടാമത്തേത്, തോബ ഡാഷ് എന്നിങ്ങനെ ധാരാളം ഡാഷ് മദീനക്കുണ്ട്. തോബ, ത്വയ്ബ എന്നിങ്ങനെ ധാരാളം പേരുകൾ മദീനക്കുണ്ട്. ഇങ്ങനെയാണ് പൂരിപ്പിച്ച് എഴുതേണ്ടത്. അള്ളാഹു എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കി ഉത്തരം എഴുതാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.